ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ 16ാമത് ജനപ്രതിനിധിയായി മാത്യു കുഴൽനാടൻ നിയമസഭയിലേക്ക്. ഭരണപക്ഷ MLA എന്ന നിലയിൽ കൂടുതൽ വികസനങ്ങൾ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ മാത്യു കുഴൽനാടൻ. മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ 16ാമത് ജനപ്രതിനിധിയായി മാത്യു കുഴൽനാടൻ നിയമസഭയിലേക്ക്. മൂവാറ്റുപുഴയിൽ നിന്നും ചരിത്ര വിജയം നേടിയാണ് മാത്യു കുഴൽനാടൻ തുടർച്ചയായി രണ്ടാമതും നിയമസഭയിലെത്തുന്നത്. 89,914 വോട്ടുകൾ നേടി 42,829 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് മാത്യു കുഴൽനാടനെ മൂവാറ്റുപുഴയിലെ ജനങ്ങൾ വിജയിപ്പിച്ചത്. 2021 കന്യംഗത്തിനിറങ്ങിയപ്പോൾ LDFന്റെ എൽദോ എബ്രഹാമിനെ 6000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിലെത്തിയതെങ്കിൽ ഇക്കുറി LDFന്റെ തന്നെ N അരുണിനെ 40,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മാത്യു കുഴൽനാടൻ വിജയക്കൊടി പാർച്ചത്. കഴിഞ്ഞ നിയമസഭാ കാലയളവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും നിയമ പോരാട്ടങ്ങളിലും ശക്തമായ ഇടപെടലുകൾ നടത്തി ശ്രദ്ധേയനായ മാത്യു കുഴൽനാടൻ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായിരുന്നു. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വികസന മുരടിപ്പും രാഷ്ട്രീയ പോരാട്ടങ്ങളും ഉൾപ്പെടെ നിരവധി സംഭവ വികാസങ്ങൾ അരങ്ങേറിയ 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മാത്യു കുഴൽനാടൻ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രദ്ധേയമായിരുന്നു. എന്നാൽ മൂവാറ്റുപുഴയ്ക്ക് മന്ത്രിസ്ഥാനമെന്ന സ്വപ്നം ഇക്കുറിയും സാധ്യമായില്ലെന്നതും ചർച്ചാ വിഷയമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ ശക്തമായ പോരാട്ടം നടത്തിയ മാത്യു കുഴൽനാടൻ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നിട്ടും മന്ത്രിസ്ഥാനം നൽകാത്തതിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ UDF പാർട്ടിക്കുള്ളിൽ തന്നെ അതിർത്തി രൂപപ്പെട്ടിരുന്നു. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഉറപ്പു നൽകിയിട്ടും മന്ത്രിസ്ഥാനത്ത് നിന്നും മാത്യു കുഴൽനാടനെ തടഞ്ഞതിലുള്ള അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തി നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് മൂവാറ്റുപുഴയുടെ 16ാമത് MLA ആയി മാത്യു കുഴൽനാടൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസനത്തിനും മുന്നേറ്റത്തിനുമായി പരിശ്രമിക്കുമെന്നാണ് മാത്യു കുഴൽനാടൻ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. ഭരണപക്ഷ MLA എന്ന നിലയിൽ കൂടുതൽ വികസനങ്ങൾ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മാത്യു കുഴൽനാടൻ MLA. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.